വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമഭാഗത്ത് ഒരു ഉപമ വിവരിക്കുന്നുണ്ട്. വാത്സല്യനിധിയായ ഒരു പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ തനിക്ക് അർഹതപ്പെട്ട സ്വത്തുക്കൾ ചോദിച്ചു വാങ്ങി ദൂരദേശത്തേക്ക് പോയ ഒരു മകൻ കയ്യിലിരുന്ന ഈ സമ്പത്ത് കൊണ്ട് നേടാവുന്ന എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് കൂട്ടുകാരോടൊപ്പം ധൂർത്തനായി നടന്നു. ക്രമേണ അവൻ്റെ സമ്പത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പതിയെ പതിയെ കൂട്ടുകാരെല്ലാം തന്നിൽ നിന്ന് അകന്നു പോകുന്നതായി അവന് തോന്നിത്തുടങ്ങി. ഒടുവിൽ അവൻ്റെ കൈവശമുണ്ടായിരുന്ന സമ്പത്തെല്ലാം തീർന്നു. എല്ലാവരും അവനിൽ നിന്ന് അകന്നു. അവനൊരു പൗരൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. അദ്ദേഹം പന്നികളെ മേയ്ക്കുന്ന വയലിലേക്ക് അവനെ ജോലിക്ക് അയച്ചു. പന്നികൾ കഴിക്കുന്ന ആഹാരമെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ എൻ്റെ വിശപ്പടക്കാമായിരുന്നു എന്നവൻ ചിന്തിച്ചു. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസിദാസന്മാർ സുഭിക്ഷമായി ഭക്ഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു, ഞാനോ ഇവിടെ കഷ്ടപ്പെടുന്നു. അവൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോവും. ഇവിടെ നാം കാണുന്നത് നഷ്ടപ്പെട്ട തൻ്റെ മകനെ കാത്തിരിക്കുന്ന ഒരു നല്ല പിതാവിനെയാണ്. എല്ലാം ക്ഷമിക്കുന്ന നല്ലൊരു പിതാവ്. നാം എല്ലാം ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ നമ്മുടെ വഴികാട്ടികളാണ് ദൈവപ്രമാണങ്ങൾ അഥവാ ദൈവകൽപ്പനകൾ. വഴി തെറ്റാതെ നേർവഴിക്ക് നയിക്കപ്പെടാൻ അത് സഹായകരമാകും. ദൈവപ്രമാണങ്ങൾ പാലിക്കുമ്പോഴാണ് നാം ദൈവത്തിൽ വസിക്കുന്നത്. ആ സ്നേഹത്തിൽ നിന്നാണ് പരസ്നേഹം നമ്മളിൽ രൂപപ്പെടുന്നത്. എന്നാൽ ഈ യാത്രയിൽ നമുക്ക് പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. പിതാവിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ, ആ തിരിച്ചറിവിൽ നിന്ന് തെറ്റുതിരുത്തി തിരികെ വരാൻ കൊതിക്കുന്ന നിമിഷങ്ങൾ. ഇവിടെ നമ്മുടെ കറകൾ കഴുകിക്കളയാൻ സഭ നൽകുന്ന പ്രധാന കൂദാശയാണ് കുമ്പസാരം. കുമ്പസാരം നമ്മെ ശുദ്ധത വരുത്തി വെണ്മയുള്ളതാക്കി മാറ്റുന്നു. ദൈവത്തിന്റെ കരുണയുടെ മുഖം അവിരാമം വ്യക്തവും യാഥാർത്ഥ്യവുമായി ഭവിക്കുന്ന ഇടമാണ് കുമ്പസാരക്കൂട്. എന്നെ ആശ്ലേഷിക്കുന്ന എൻ്റെ പിതാവിനെ, എന്നെ ലാളിക്കുന്ന എൻ്റെ താതനെ ഞാൻ അവിടെ അനുഭവിക്കുന്നു. തന്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള അനുതാപമാണ് ബന്ധങ്ങളുടെ പുനഃസ്ഥാപനത്തിലേക്ക് നയിക്കുന്നത്. ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ പ്രതിനിധിയായ പുരോഹിതന്റെ മുൻപിൽ പാപങ്ങൾ ഏറ്റുപറയുന്നതിനാൽ കുമ്പസാരത്തെ ഏറ്റുപറച്ചിലിന്റെ കൂദാശ എന്ന് വിളിക്കുന്നു. ഇത് ക്ഷമയുടെ കൂദാശ എന്നും അറിയപ്പെടുന്നു. തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നു എന്നതാണ് കുമ്പസാരം എന്ന കൂദാശയുടെ സത്തയും പവിത്രതയും. അതിനാൽ കുമ്പസാരത്തെ അനുരഞ്ജന കൂദാശയെന്നും വിളിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സഭയുടെ ഒരു വലിയ ശക്തി സ്രോതസ്സായിട്ട് നിലനിൽക്കുന്നു. കുമ്പസാരത്തെക്കുറിച്ചൊക്കെയുള്ള വിവാദങ്ങളുമൊക്കെ ഓരോരോ ഭാഗങ്ങളിൽ ഉയരുമ്പോഴും അത് കുമ്പസാരം എന്തെന്ന് അറിയത്തില്ലാത്തവർ ഉയർത്തുന്ന വിവാദങ്ങളാണ്. എന്താണ് കുമ്പസാരം എന്ന കൂദാശ? അതിന് വിളിക്കുന്ന വാക്ക് ദ സാക്രമെൻ്റ് ഓഫ് റിക്കൺസിലിയേഷൻ, അനുരഞ്ജനത്തിൻ്റെ കൂദാശ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ അനുരഞ്ജനം? പർദീസായി 3 വിള്ളലുകൾ നടന്നപ്പോൾ 4ാമത് അതിന് പ്രത്യാഘാതം ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ പാപം എന്ന് പറയുന്നത് 4 ബന്ധങ്ങളിൽ വീഴുന്ന വിള്ളലാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ 4 ബന്ധങ്ങളിൽ വീഴുന്ന വിള്ളലാണ് മനുഷ്യൻ്റെ പാപം. അതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ ചോദ്യം. ഉൽപ്പത്തി 3:9, ആദാം നീ എവിടെ? ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ അകന്നുപോയോ? 2ാമത്തെ ചോദ്യം ഉൽപ്പത്തി 4:9, കായേൻ നിന്റെ സഹോദരനായ ആബേൽ എവിടെ? മനുഷ്യബന്ധങ്ങളിൽ വിള്ളൽ വീണു. 3ാമത്തെ ചോദ്യം, ആദം ഹൗവ നിങ്ങളുടെ അരയിൽ എന്താ പൊതിഞ്ഞു വച്ചിരിക്കുന്നത്? അത്തിമരത്തിൻ്റെ ഇല കൊണ്ടുള്ള അരക്കച്ച. എന്തിനാ പൊതിഞ്ഞത്? ഞങ്ങൾ നഗ്നരായതുകൊണ്ട്. ആര് പറഞ്ഞു നഗ്നരാണെന്ന്? ഞങ്ങൾക്ക് തോന്നിത്തുടങ്ങി ഞങ്ങൾക്ക് ഒളിക്കാനുള്ളത്. മനുഷ്യ മനസാക്ഷി ബന്ധത്തിൽ വിള്ളൽ വന്നു. ഒളിക്കാൻ, മറയ്ക്കാൻ, കള്ളം പറയാൻ മനുഷ്യൻ ആരംഭിച്ചു. ഇതിൻ്റെ പരിണിതഫലമായി 4ാമതൊരു വിള്ളൽ മനുഷ്യ പ്രപഞ്ച ബന്ധത്തിൽ. ആര് കാരണമാണ് പഴം തിന്നത്? നീ സൃഷ്ടിച്ച ജീവി സർപ്പം കാരണമാണ്. സർപ്പം പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ മനുഷ്യൻ്റെ പാപങ്ങളിൽ 4 ബന്ധങ്ങളുടെ വിള്ളലാണ്. ദൈവമനുഷ്യ ബന്ധം, മനുഷ്യ ബന്ധം, മനുഷ്യ മനസാക്ഷി ബന്ധം, മനുഷ്യ പ്രപഞ്ച ബന്ധം. കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഈ 4 വിള്ളലുകളാണ്
അടയ്ക്കുക. പലപ്പോഴും ജീവിതത്തിലേക്ക് പലരെയും പിടിച്ചു കൊണ്ടുവരുന്നത് ഈ കുമ്പസാരക്കൂടുകളാണ്. ആത്മഹത്യാ മുരമ്പിൽ നിന്ന് പലരുടെയും ജീവിതത്തെ രക്ഷിക്കുവാൻ കുമ്പസാരത്തിന് ആയിട്ടുണ്ട്. കുമ്പസാരത്തിൻ്റെ ഈ മേന്മ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അക്രൈസ്തവനായ MD വാസുദേവൻ നായർ വാരണാസി എന്ന തൻ്റെ നോവലിൽ കഥാപാത്രത്തെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ചത് അമ്പലങ്ങളിലും കുമ്പസാരക്കൂടുകൾ വെച്ചാൽ എന്താണെന്ന്. ഒരു മനുഷ്യൻ്റെ ആത്മികവും ശാരീരികവും മാനസികവുമായ സൗഖ്യത്തിന് ഉതകുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം. അത് മാനസാന്തരത്തിൻ്റെ കൂദാശയാണ്, ആത്മീയ സൗഖ്യത്തിൻ്റെ കൂദാശയാണ്, തിരിച്ചുവരവിൻ്റെ കൂദാശയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1466 പറയുന്നു, വൈദികർ പാപമോചനത്തിൻ്റെ ഉടമസ്ഥരല്ല, പിന്നെയോ അതിൻ്റെ ശുശ്രൂഷകർ മാത്രമാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ കുംസാര രഹസ്യം വെളിപ്പെടുത്തൽ സഭാ നിയമപ്രകാരം ശിക്ഷാർഹമാണ്. കുംസാരത്തിൽ ഒരു വ്യക്തി ഏറ്റുപറയുന്ന കാര്യങ്ങൾ ഒരു രീതിയിലും പുറത്തു പറയുവാനോ ഉപയോഗപ്പെടുത്തുവാനോ പാടില്ല. അത്ര പവിത്രതയോടുകൂടിയാണ് കുംസാരക്കൂട്ടി നടക്കുന്ന കർമ്മം നിർവഹിക്കപ്പെടേണ്ടത്. കുമ്പസാരത്തെ വിമർശിക്കുന്നവരുടെ പ്രധാന ആരോപണങ്ങളിലൊന്നാണ് ഇത് വൈദിക മേധാവിത്വത്തെ തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂദാശയാണെന്നുള്ളത്. പക്ഷേ ബൈബിൾ അറിയാവുന്നവർ പറയും, വൈദികനല്ല, പിന്നെയോ ഈശോ മിശിഹ തന്നെയാണ് കുമ്പസാരത്തിൻ്റെ സ്ഥാപകനെന്ന്. ഉദ്ധാന സമയത്ത് ലോകത്തിന് നൽകിയ വലിയ ഒരു ദാനമാണ്, സമ്മാനമാണ് കുമ്പസാരം എന്ന കൂദാശ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് അരുളി ചെയ്ത ഈശോ മിശിഹ അതോടൊപ്പം തന്നെ പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. അങ്ങനെ കുമ്പസാരത്തിൻ്റെ ഉദ്ഘാടനവും ഈശോ മിശിഹ തന്നെയായിരുന്നു നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1466 ഇങ്ങനെ പറയുക, വൈദികർ എന്ന് പറയുന്നത് കുമ്പസാരത്തിൻ്റെ ഉടമകളല്ല, പിന്നെയോ കുമ്പസാര ശുശ്രൂഷയുടെ പ്രയുക്താക്കളാണെന്ന്. നമ്മൾ ആരോടാ രഹസ്യങ്ങൾ പറയുന്നത്? രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളോട് നമ്മൾ രഹസ്യം പറയും. ഒരു തെറ്റ് പറ്റി, അറിയേണ്ടവർ അറിഞ്ഞ് തിരുത്തി കഴിയുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. സ്കൂളിൽ കോപ്പി അടിച്ചതിന് കുട്ടിയെ പിടിച്ചു, അതിന് പേടിയാണ്. പക്ഷെ അമ്മയും അപ്പനും അറിഞ്ഞിട്ട് സാരമില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു സമാധാനമാണ്. അറിയേണ്ടവർ അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിൻ്റെ ഭാരം അങ്ങ് മാറും. കുമ്പസാരിക്കുന്നവരെ നമ്മൾ പിരിമുറുക്കത്തിലാണ്. ശരിക്കും കുമ്പസാരിക്കുമ്പോൾ മനസ്സായി ജീവിതം അങ്ങ് ഫ്രീ ആവുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കും, മനസ്സമാധാനം, മനുഷ്യരിലേക്ക് അടുക്കും, സംതൃപ്തി. അങ്ങനെ തൃപ്തിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന, മനസ്സമാധാനം തരുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. ആ കർമ്മം ചെയ്യുമ്പോൾ അവർക്ക് തെറ്റുകൾ പറ്റിയാൽ, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള തെറ്റുകൾ അവർ വരുത്തിയാൽ ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെയാണ് കാനൻ നിയമത്തിൽ എഴുതി വച്ചിരിക്കുക. CCC 2490 പറയുന്നു, കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുന്ന വൈദികൻ എന്ന് പറയുക ഗൗരവതരമായിട്ടുള്ള കുറ്റത്തിന് കാരണക്കാരനാണ്, അതുകൊണ്ട് തന്നെ ശിക്ഷാർഹനാണ് എന്ന്. കുമ്പസാര രഹസ്യത്തിൻ്റെ ഉള്ളടക്കം പോലും പറയുവാനായിട്ട് ഒരു വൈദികനും അവകാശമില്ല. അങ്ങനെയുള്ള കാര്യത്തെ ഏറ്റവും ഗൗരവതരമായ കുറ്റത്തിൻ്റെ ഇടയിലാണ് കത്തോലിക്ക സഭ പെടുത്തിയിരിക്കുക. കുമ്പസാര രഹസ്യം സംരക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചയാളാണ് വിശുദ്ധ ജോൺ നെബുൻസ്യാൻ. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താൻ വിസമ്മതിച്ചതിനാൽ രാജകോപത്തിനിരയായി നദിയിലെറിയപ്പെട്ട് ജീവൻ വെടിഞ്ഞ വിശുദ്ധനാണ് അദ്ദേഹം. കുമ്പസാര രഹസ്യം കാനോൻ നിയമപ്രകാരം ഒരു കാരണവശാലും വെളിപ്പെടുത്തുവാൻ അനുവാദമില്ല. കുമ്പസാര രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാനുള്ളതാണെങ്കിൽ 13-ാം നൂറ്റാണ്ടിൽ ബൊഹാമിയ രാജാവിൻ്റെ പത്നിയുടെ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയില്ല എന്ന കാരണത്താൽ പ്രേഗ് നദിയിൽ വലിച്ചെറിയപ്പെട്ട കൊല്ലപ്പെട്ട വിശുദ്ധനായ ജോൺ നെബുൻസ്യാനസും 18-ാം നൂറ്റാണ്ടിൽ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയില്ല എന്ന കാരണത്താൽ മരണമടയപ്പെട്ട വിശുദ്ധ മാറ്റിയോ കോറിയായും കഴിഞ്ഞ നൂറ്റാണ്ടിൽ സ്പാനിഷ് യുദ്ധകാലഘട്ടത്തിലെ യുദ്ധത്തടവുകാരുടെ കുമ്പസാര രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയില്ല എന്ന കാരണത്താൽ മരണമടയപ്പെട്ട ഫാദർ ഫെലിപ്പും ഫാദർ ഫെർണാണ്ടോയും ഒന്നും
ഈ സഭയുടെ വിശുദ്ധരായി രക്തസാക്ഷികളായി ഉണ്ടാവുകയില്ലായിരുന്നു. സഭ ആധുനിക ലോകത്തിൽ എന്ന കൗൺസിൽ പ്രബോധനത്തിൽ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ മാനുഷികമായ കൈകൾ കൊണ്ട് ജോലി ചെയ്തു, മാനുഷികമായ മനസ്സുകൊണ്ട് ചിന്തിച്ചു, മാനുഷികമായ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു എന്ന് പഠിപ്പിക്കുന്നു. പാവികളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം മാനുഷികമായ ഹൃദയം കൊണ്ട് കാണിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് കുംസാരക്കൂട്ടിലെ പുരോഹിതർ. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യാവതാരത്തിൻ്റെ കാലികമായ അർത്ഥം പ്രകടമാകുന്നത് കുംസാരക്കൂട്ടിലാണ്. സുവിശേഷകൻ പറയുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കും. ചിലരൊക്കെ പറയും, ദൈവമേ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പോരെ. ഒരു സംശയം, ദൈവമേ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദൈവം ക്ഷമിക്കുന്നു. പക്ഷേ രൂപമുള്ള മനുഷ്യൻ, ദൃശ്യനായ മനുഷ്യൻ ഇന്ദ്രിയങ്ങളിലൂടെ അവൻ്റെ അനുതാപം പ്രകടിപ്പിക്കണം. അനുതാപം. ഉദാഹരണം, ക്രിസ്തു ഗെത്സമേൻ തോട്ടത്തിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ശരീരഭാഷയാണ്. ശരീരഭാഷ, കൈകൂപ്പുന്നത് ഒരു ശരീരഭാഷയാണ്. കമിഴ്ന്നു വീഴുന്നു പ്രാർത്ഥിക്കുന്നത് ശരീരഭാഷയാണ്. കുമ്പസാരത്തിനും ഒരു ശരീരഭാഷയാണ്. ഞാൻ മുട്ടുകുത്തി പച്ച മനുഷ്യനായ വൈദികനോട് എൻ്റെ പാപങ്ങൾ പറയുമ്പോൾ ആ മുട്ടുകുത്തി പറയാൻ മനസ്സ് കാണിക്കുമ്പം തന്നെ എളിമയുടെ അംശം അവിടെയുണ്ട്. അവിടെ തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക. എളിമപ്പെടുന്ന മനുഷ്യൻ. എളിമയില്ലാത്തവർക്ക് സംസാരിക്കാൻ പറ്റിയല്ല. അഹങ്കാരികൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുക? കാരണം അവൾ തന്നെ ദൈവമല്ലേ. പിന്നെ ആരുടെ മുമ്പിലാണ് പോയി മുട്ടുകുത്തേണ്ടത്? ദൈവത്തിങ്കിലേക്ക് തിരികെ എത്തുന്ന ഒരു കുഞ്ഞാടിൻ്റെ മാനസിക അവസ്ഥ. ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ വൈദികൻ്റെ മുമ്പിൽ ആ വൈദികനെ ദൈവമായി കണ്ടുകൊണ്ട്, ഈശോയായി കണ്ടുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നൊരവസ്ഥ. അതാണ് കുമ്പസാരം. അവിടെയാണ് അക്രൈസ്തവനായ ബാലകൃഷ്ണപിള്ള മനോഹരമായി പറഞ്ഞത്. ഒരു കുമ്പസാരം എന്ന് പറഞ്ഞാൽ ആവിയിൽ പൊടിയും പിടിച്ച് മുറിയിൽ കയറി വരുമ്പോൾ ഒരു ഷവറിന് കീഴിൽ നിന്ന് കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു കുളിർമ. അതാണ് ക്രൈസ്തവർക്ക് കുമ്പസാരം എന്ന ഉദാശ. ഇത്രയും കാര്യങ്ങൾ സത്യന്വേഷി ഈ കുംസാരത്തെക്കുറിച്ച് പറയാൻ ഇടയായതിൻ്റെ സാഹചര്യം ഈ അടുത്ത സമയങ്ങളിൽ കുംസാരത്തെയും സഭയുടെ കുദാശകളെയും അവഹേളിക്കുന്ന തരത്തിൽ സിനിമകളും ട്രോളുകളും ഇറക്കി ഈ വിശ്വാസ പാരമ്പര്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കുന്ന കോടാനുകോടി ജനങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിവാദങ്ങൾ എത്രമാത്രം ഉയർന്നു, കുമ്പസാരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരാൻ തുടങ്ങി. നമ്മുടെ നാടിൻ്റെ സവിശേഷത എല്ലാ മതസ്ഥരും സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നു എന്നതാണ്. ഒരു സമുദായത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ മറ്റ് സമുദായ അംഗങ്ങളിൽ നിന്ന് അടുത്ത കാലം വരെ ഉണ്ടായിട്ടില്ല. എന്നാൽ കുറച്ചു നാളുകളായി കത്തോലിക്ക സഭയുടെ വിശ്വാസ സംഹിത അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവരെയും മുറിപ്പെടുത്തുന്ന വാക്കുകൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നതായി കാണുന്നു. സൗഹാർദ്ദ അന്തരീക്ഷം ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. നമ്മെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ പറയാതെ വയ്യ. സഭ വളരെ വിശുദ്ധിയോടെയും ജാഗ്രതയോടെയും നിർവഹിക്കുന്ന ഈ സംവിധാനത്തിൽ അപൂർവമായി ചില പാളിച്ചകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളിലൂടെ കടന്നു വരാം. കാരണം ബലഹീനരായ മനുഷ്യരുടെ കരങ്ങളിലൂടെയാണ് ഇത് നിർവഹിക്കപ്പെടുന്നത്. എന്നാൽ കുംസാരം എന്ന പരിപാവന കൂദാശയെക്കുറിച്ച് ഒന്നുമറിയാത്ത, അതേസമയം ഭൂമിയിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന അന്ത്യചർച്ചകളിൽ വന്നിരിക്കുന്ന ചില മഹാന്മാരും അവരോട് ചേർന്ന് ചില മാധ്യമങ്ങളും സമൂഹമധ്യേ കുംസാരം എന്ന പരിപാവനമായ കൂദാശയെ വികലമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. വിമർശനങ്ങളും കമൻറ്റുകളും ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരുടെ സ്വകാര്യ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് അതിനെ കണ്ട് നമ്മൾ വെറുതെ തള്ളിക്കളയുക. ഞാനും എൻ്റെ ദൈവവും എൻ്റെ സഭയുമായുള്ള ബന്ധത്തിൽ ടി വിക്കാരുടെ കമൻറ്റുകളല്ല, ഞാനും കർത്താവുമുള്ള ബന്ധത്തിൻ്റെ ആഴമാണ് നിശ്ചയിക്കുക. അങ്ങനെ ബന്ധപ്പെടുവാൻ, വളരുവാൻ, ആയിരിക്കുവാൻ അനുരഞ്ജന കൂദാശ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. കുമ്പസാരത്തെ വിമർശിക്കുന്ന ഒരു ക്രിസ്ത്യൻ നാമധാരിയും അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകരും ഈ കുമ്പസാരം എന്തെന്ന് അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രം ഇത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ കുമ്പസാരം അനുഭവവേദ്യമാവുകയുള്ളൂ. കുറ്റം പറയുന്നവന് എന്തും കുറ്റം പറയാം. സ്വന്തം അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് അപ്പനെ അപ്പ എന്ന് വിളിക്കുക. ആരും DNA ടെസ്റ്റ് നടത്തിയിട്ടല്ല. യുക്തിവാദികളോട് ഇത് മാത്രമാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത്. സഭയുടെ ആരംഭ കാലഘട്ടം മുതൽ ഈ കൂദാശ കൈകാര്യം ചെയ്യുന്ന വിശുദ്ധരായ വൈദികരുടെ ജീവിതം പരിശോധിച്ചാൽ
കഠിനമായ യാതനകളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്തത്. ഇന്നും സഭയിലെ മഹത്തരമായ ഒരു ശുശ്രൂഷയാണിത്. എന്താണ് കുമ്പസാരമെന്ന കൂദാശയെന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ച് അനുഭവിച്ച് ജീവിച്ച് തീർത്തവരുണ്ട്. കുമ്പസാര രഹസ്യം പുറത്തു പറയാൻ മേലാത്തതിൻ്റെ പേരിൽ മരണപ്പെട്ട വൈദികരുടെ ഏറെ കഥകൾ നമുക്ക് അറിയുവാനായിട്ടുണ്ട്. പക്ഷേ കുമ്പസാര രഹസ്യം പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട വൈദികരുടെ കഥകൾ നമുക്ക് കേൾക്കുവാനില്ല. മാധ്യമങ്ങൾക്ക് എല്ലാ കഥകൾ പാടിപ്പറയുവാനായിട്ടുണ്ടാകും. പക്ഷേ ശിക്ഷിക്കപ്പെട്ട ഒരു കഥകളും കേൾക്കുവാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം സഭയുടെ ചരിത്രത്തോടൊപ്പം സഭയുടെ ജന്മത്തോടൊപ്പം ചരിക്കുന്ന ഒരു കൂദാശയാണ് ക്രിസ്തു സ്ഥാപിച്ച കുമ്പസാരം എന്ന കൂദാശ. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് കാലങ്ങളായിട്ട് തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നു. അത് മനുഷ്യാവകാശ ലംഘനങ്ങളല്ല, പിന്നെയോ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു കൂദാശ, ദൈവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി തന്നെയാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാവുക. ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരവും ആത്മീയവും മനഃശാസ്ത്രപരവുമായ വസ്തുതകളാൽ പൂരിതവും ദൈവകൃപയാൽ ആവരണം ചെയ്യപ്പെട്ടതുമായ ഒരു സംവിധാനമാണ് കുമ്പസാരം. അതിനാൽ കുമ്പസാരിപ്പിക്കുന്ന വൈദികൻ വളരെ സൂക്ഷ്മതയോടും അതോടൊപ്പം വിവേകത്തോടും ദൈവകൃപയോട് സഹകരിച്ചും പരികർമ്മം ചെയ്യേണ്ടതുമായ ഒന്നാണിത്. ഒരു വൈദികൻ ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയും പ്രതിപുരുഷനുമാണ്. തന്മൂലം അദ്ദേഹത്തിന് ക്രിസ്തു നൽകിയ പാപമോചന അധികാരമുണ്ട്. രോഗശാന്തി കൊടുക്കുന്നതിനും ഈശോ പറഞ്ഞു, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ കിടക്കയും എടുത്ത് നീ എഴുന്നേറ്റ് നടക്കുക. പാപമോചനവും സൗഖ്യവും തമ്മിൽ ബന്ധമുണ്ട്. കുമ്പസാരവും സൗഖ്യവും തമ്മിൽ ബന്ധമുണ്ട്. ഈ കൂദാശയെ അവഹേളിക്കുന്നവർ ഓർക്കുക, വലിയ ഒരു സഭാ സമൂഹത്തിൻ്റെ ശാന്തമായ പ്രതികരണം നിങ്ങളെയൊക്കെ നോക്കി പറയുന്നുണ്ട്. സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെയാണ് നിങ്ങൾ വട്ടം കൂടിയിരുന്ന് യാതൊന്നും മനസ്സിലാക്കാതെ വിമർശിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായി വിവരിച്ചു പറയാൻ സത്യന്വേഷി ആഗ്രഹിക്കുന്നില്ല. ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും നാഥനായ ക്രിസ്തുവിനെ സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു പോരുന്ന ആ വിശ്വാസ പാരമ്പര്യമാണ് കുമ്പസാരം. ലക്ഷോപലക്ഷം വിശ്വാസികളുടെ സമൂഹം കേരള സഭയിലുണ്ട്. 4ഉം 3ഉം 7 പേരെ എടുത്തു വെച്ചിട്ട് ഇത്രയുള്ള ശക്തിയുള്ള കൂദാശയെ അവഹേളിക്കുമ്പോൾ ഒരു ഭൂരിപക്ഷത്തിന് അതിൽ വലിയ വേദനയാണ്. നമുക്കറിയാം, ചാനൽ നടത്തുന്നവർക്ക് അവരുടെ നിഗൂഢ ലക്ഷ്യമാണ്. അത് നമുക്ക് ഇപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ പ്രതികരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഒരഡ്രസ്സും ഇല്ലാതെ കുറേ പേരെ വിളിച്ചു വരുത്തിയിട്ട് ഈ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നവർ തന്നെ ആരാണെന്ന് അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അവരുടെ നിലയും വിലയും സമൂഹത്തിലുള്ള സ്ഥാനവും. അപ്പം ഇങ്ങനെയുള്ള കുറേ പേരെ വിളിച്ചിരുത്തിക്കൊണ്ട് വെറുതെ പൊതുവായിട്ടൊരു കൂദാശയെ അലക്കാൻ ശ്രമിക്കുമ്പോൾ വേദനിക്കുന്ന സമൂഹമാണ്, പ്രതികരിക്കാൻ അറിയാവുന്ന സമൂഹമാണ്. പക്ഷേ ക്രിസ്തു പഠിപ്പിച്ചൊരു സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തെ പ്രതി ആരും ഇതിനെതിരെ ശബ്ദിക്കാതിരുന്നാൽ അത് ആരുടെ ഭീതിയാണെന്ന് ഓർക്കരുത്. പിന്നെയോ ക്രൈസ്തവ നന്മയുടെ ക്രിസ്തീയ ധാർമ്മികതയുടെ ഒരു പ്രകടനം മാത്രമാണ്. ഒരു കാര്യം സത്യന്വേഷി വളരെ വിഷമത്തോടെ വ്യക്തമാക്കട്ടെ. എല്ലാ മതസ്ഥരും നല്ല സൗഹാർദ്ദത്തിലും പരസ്പരം ഐക്യത്തിലും ഒരുമിച്ച് കഴിയുന്ന ഈ നാടിനെ ഒരു സമുദായത്തിൻ്റെ വിശ്വാസങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ മാധ്യമങ്ങളും ക്രിസ്ത്യാനികൾ എന്ന് പേര് വെച്ച് കുറേ മനുഷ്യരെ കൂട്ടുപിടിച്ച് സമൂഹത്തെ ഉദ്ധരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ സംരക്ഷകർ ഓർക്കുക. ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കി അതിലെന്തോ നേട്ടം കൊയ്യാൻ ആരുടെയോ കയ്യിൽ നിന്ന് നിങ്ങൾ അച്ചാരം വാങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അതിന് തെറ്റു പറയാൻ കഴിയുമോ? ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കുമ്പസാര രഹസ്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ സമകാലികമായി ഉണ്ടായിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിൻ്റെ സത്യമെന്ത് എന്ന് ഇന്നും തിരിച്ചറിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വാർത്തയാകുന്നു? അതിന് കാരണം ഒന്ന് മാത്രമാണ്. കത്തോലിക്ക സഭയ്ക്കെതിരെ ചെളിവാരി എറിയുവാനായിട്ട് ക്രൈസ്തവ സഭയ്ക്കെതിരെ ചെളിവാരി എറിയുവാൻ മറ്റൊന്നും കിട്ടാനായിട്ടില്ല. കിട്ടുന്ന ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഇതാണ് സഭയെന്ന തെറ്റായ ബോധം വിശ്വാസികളിൽ പടർത്തി വിശ്വാസികളിൽ അന്തഛിദ്രങ്ങൾ വളർത്തുവാനും അതോടൊപ്പം തന്നെ സഭയ്ക്കെതിരെ പൊതുജന സമൂഹത്തിൽ ചില തെറ്റായ ധാരണകൾ പരത്തുവാനും ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയാതെ വയ്യ.
ആദിമ സഭ മുതലുള്ള പാരമ്പര്യം. ആ പാരമ്പര്യം 2000 വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഭയുടെ ബലവും ശക്തിയുമാണ്. ഇത് തിരിച്ചറിയുന്ന പൈശാചിക ശക്തികൾ മാധ്യമങ്ങളിലൂടെ, സംഭാഷണങ്ങളിലൂടെ, ഡിബേറ്റ്സിലൂടെ കുമ്പസാരത്തെ അവഗണിക്കുന്ന കാണുമ്പോൾ മനസ്സിൽ വേദന തോന്നാറുണ്ട്. ഈ മാധ്യമങ്ങൾക്കെല്ലാം ഒരു അജണ്ടയുണ്ട്. ഈ അജണ്ട സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ അജണ്ടയുടെ പ്രചാരകരായി ഈ മാധ്യമങ്ങൾ മാറുന്നു എന്ന് വളരെ സങ്കടത്തോടു കൂടി പറയേണ്ടി വരും. കത്തോലിക്ക സഭ മുന്നോട്ട് വയ്ക്കുന്ന, വിശ്വാസം അംഗീകരിക്കുന്ന, അതിൻ്റെ മൂല്യങ്ങളെ പിന്തുടരുന്ന അംഗങ്ങളെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രവണതകൾ ഒഴിവാക്കൂ. വലിയൊരു സമൂഹം നിങ്ങളുടെ കോപ്രായങ്ങൾ കണ്ട് വീർപ്പുമുട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതെ, നിങ്ങൾ മുൻവിധികളോടുകൂടിയാണ് കത്തോലിക്ക സഭയെ സമീപിക്കുക. നിങ്ങൾ തെറ്റായ കണ്ണുകളിലൂടെ മാത്രമാണ് കത്തോലിക്ക സഭയെ സമീപിക്കുക. രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ തകർക്കുവാൻ എന്തിന് നിങ്ങൾ ശ്രമിക്കുന്നു? ക്രിസ്തീയ ദർശനങ്ങൾ പരിഹാസമാക്കിയാൽ അത് എളുപ്പം ചർച്ചയാവുന്നു എന്നതാണ് പലരുടെയും ചിന്ത. കാരണം അത് ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചു കിടക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ്. ആയതുകൊണ്ട് എളുപ്പം മാധ്യമങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യുവാൻ കഴിയും എന്നതാണ് വിചാരം. എന്നാൽ നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു. ഇന്നും ഈ ഒരു ഉദാശ ശക്തിയുള്ള ഒന്നായി സാത്താൻ എതിരെയുള്ള വെല്ലുവിളിയായി നിൽക്കുമ്പോൾ, കുംസാരം വഴി സഭ, ഒരു സമൂഹം നവീകരിക്കപ്പെടുമ്പോൾ, ആ നവീകരണം വേണ്ട, എല്ലാവരും തകരട്ടെ, എല്ലാം മോശമാണെന്ന് പറഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠമായ ഉദാശയെ പോലും അവഹേളിക്കുന്നവരുടെ ഗൂഢലക്ഷ്യങ്ങളും നമ്മൾ അറിയുക. കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കത്തോലിക്ക സഭയെ കുറ്റക്കാരനാക്കി വിധിച്ചുകൊണ്ട് തന്നെ ഇന്ന് മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നു, തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായി പറയേണ്ടി വരുന്നു. 2-3 പേരെ പൊക്കിക്കൊണ്ടുവന്നിട്ട്, അത് എന്നും സഭയെ ചീത്ത വിളിക്കുന്നവരെ മാത്രം അവരെ പൊക്കിക്കൊണ്ടുവന്ന് കുംസാരമെന്ന ഉദാശയെ അവഗണിക്കാൻ ശ്രമിച്ചാൽ 2-3 ദിവസം അവിടെ നിൽക്കും. അതിനുശേഷം അതൊക്കെ അങ്ങ് മാഞ്ഞു പോകും. സത്യം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. സനാതന സത്യങ്ങളെ കാലാകാലം ഒഴിച്ചുവിടാൻ ആർക്കും പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചാനൽ ചർച്ചകൾ അവസാനിപ്പിച്ച് അല്പം കൂടെ മാന്യമായി സമൂഹത്തിൽ നന്മ വരുന്ന കാര്യങ്ങൾ സംസാരിക്കാനും സംഘടിപ്പിക്കാനും ചാനലിൻ്റെ സംവിധായകരും ശ്രദ്ധിക്കണം എന്നുകൂടി ചേർത്ത് വെച്ച് ഓർമ്മിപ്പിക്കുന്നു. ഏതാനും വ്യക്തികൾ മാധ്യമങ്ങളിലിരുന്ന് കൂവിയത് കൊണ്ട് കുമ്പസാരം എന്ന കൂദാശയുടെ മഹത്വത്തിന് യാതൊരു കുറവും സംഭവിക്കുകയില്ല. ഈ കൂദാശയുടെ നന്മ പകർന്നുകൊണ്ട് സഭയും സ്വീകരിച്ചുകൊണ്ട് വിശ്വാസികളും ഇനിയും അഭംഗുരം അവിടെ വിശ്വാസയാത്ര തുടരും. സത്യം തേടി സത്യാന്വേഷിയും യാത്ര തുടരട്ടെ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.